joke? Isn't that funny? നോ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. പക്ഷെ എന്തിന്? ഓ താങ്ക്സ്. ഇല്ല, കട്ട് ഓഫ് ഒന്ന് ചെക്ക് ചെയ്യണം. ആ ശരി. ഹലോ. ഹലോ സിഡ്, എന്താ ശബ്ദമല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല ഡാഡ്. കട്ട് ഓഫ് ചെക്ക് ചെയ്തോ? യെസ് ഡാഡ്. സോ വെൻ ഷുഡ് വി ത്രോ എ പാർട്ടി? അതിന് ആവശ്യം വരില്ല ഡാഡ്. അതെന്താ, നിനക്ക് IRS കിട്ടില്ലേ? ആൻഡ് യു നോ IRS ഇസ് നമ്പർ 1 ബിസിനസ് സ്കൂൾ ഇൻ ഇന്ത്യ. ഡാഡ്, എനിക്ക് IRC കിട്ടില്ല. അവിടുത്തെ കട്ട് ഓഫ് ഞാനിപ്പോൾ നോക്കി. ആൻഡ് ഇറ്റ്സ് അറൗണ്ട് 95%. എനിക്കത് 92% ഉള്ളൂ. വാട്ട്? ഇവിടെ എല്ലാവരും ഉറച്ചിരിക്കുക നിനക്ക് IRS കിട്ടുമെന്ന്. ആൻഡ് യു ബ്ലഡി 92 സ്കോർ. സിഡ്, യു ആർ ജസ്റ്റ് ലൂസർ. പഠിക്കാനല്ലാതെ നിനക്ക് വേറെ എന്തായിരുന്നു അവിടെ പണി? IRS എന്ന മോഹം നീ തന്നെയല്ലേ ഞങ്ങൾക്ക് തന്നത്? അത് ഞാനല്ല, ഡാഡി തന്നെയല്ലേ ആഗ്രഹിച്ചത്. IRS കിട്ടാ പിന്നെ നീ എവിടെ പോവാനാ? എവിടെ ഇരിക്കുന്നു നിനക്ക് സീറ്റ്, വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ്സ്? എങ്ങനെ കിട്ടും നിനക്കൊരു ജോബ്? സിഡ്, യു ആർ ജസ്റ്റ് ലൂസർ. നീ നിന്റെ ചേട്ടനെ കണ്ടുപിടിക്കുക. ഹീ ഈസ് ജസ്റ്റ് 25 ആൻഡ് ഹീ ഈസ് അമംഗ് ദി ടോപ്പ് പെയ്ഡ് എംപ്ലോയീസ് ഇൻ ഹിസ് കമ്പനി. നിന്നെക്കൊണ്ട് എനിക്കിന്നൊരു ഹോപ്പും ഇല്ല. സോ ഞാൻ വെക്കുക. ബൈ. ഡാഡ്. What the? ഈ ഒരു ചെറിയ കാര്യത്തിനാണോ നീ സൂയിസൈഡ് ചെയ്യാൻ പോകുന്നത്? അനി ഈവൻ റോട്ട് യുവർ സൂയിസൈഡ് ലെറ്റർ. ഐ മീൻ, നിനക്കെന്നെ പറ്റിയേ? എനിക്കറിയില്ല, ഒന്നും അറിയില്ല. കുഞ്ഞിനെ മുതൽ കേൾക്കുന്ന ഈ IRS എന്ന് അവരെയും വെച്ചിട്ട് എന്നെ ഇത്ര നാൾ പഠിപ്പിച്ചത്. എന്നിട്ടിപ്പോൾ കണ്ടില്ലേ? അതിനിപ്പോൾ എന്നാ, നിനക്ക് ഇത്ര നല്ല മാർക്കില്ലേ? നീ ഞങ്ങൾക്ക് സ്കൂൾ ടോപ്പർ തന്നെ. സോ ഷുഡ് ഐ സ്റ്റേ ബാക്ക് അറ്റ് സ്കൂൾ? സെറ്റ്, അതല്ല, നിൻ്റെ ഈ മാർക്ക് വെച്ച് നല്ലൊരു കോളേജിൽ കിട്ടത്തില്ലേ? പിന്നെന്താ? ബട്ട് ബ്രാൻഡ് വാല്യൂ കിട്ടില്ലല്ലോ, നല്ലൊരു ജോബ് കിട്ടില്ലല്ലോ. എടാ, ബ്രാൻഡ് വാല്യൂലല്ല കാര്യം. ഇമാജിനേറ്റീവ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആളുകൾ എവിടെയും സക്സസ്ഫുൾ ആവും. ആൻഡ് യു ഹാവ് ദാറ്റ് ഇൻ യു. ഹലോ അമ്മേ. ഞാൻ ഇപ്പോൾ വന്നേക്കാം. ഓക്കെ. സെറ്റ്, അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന പറയാനുണ്ടായിരുന്നു. സോ ഐ വിൽ ഗോ. നീ ആവശ്യമില്ലാതൊന്നും ചിന്തിക്കുകയോ ചെയ്യുകയോ ചെയ്യരുത്. ബിക്കോസ് യു ആർ ഓൾവേസ് മൈ ബെസ്റ്റ് ബഡി. സോ ബൈ. ഐ ടെക്സ്റ്റ് യു ലേറ്റർ. You are just a loser, Sid. Sid, are you okay? ഫുഡ് കഴിച്ചോ നീ? ഐ ആം സോറി സിഡ്. ഡാഡി അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തൊക്കെയോ പറഞ്ഞെന്ന് വെച്ച് നീ എന്തിനാ സൂയിസൈഡ് വരെ ചിന്തിച്ചത്? എനിക്ക് കിട്ടാതെ പോയത് നിന്നെയും നിന്റെ ചേട്ടനെയും കൊണ്ട് നേടിയെടുക്കണം എന്ന വാശിയായിരുന്നു എനിക്ക്. അതിൻ്റെ ഇടയ്ക്ക് നിന്റെ സ്വപ്നങ്ങളോ ഇൻട്രസ്റ്റോ ഒന്നും ഞാൻ വകവച്ചില്ല. അത് മനസ്സിലാക്കാൻ
എനിക്ക് മറ്റൊരാളുടെ സഹായം തന്നെ വേണ്ടി വന്നു. നീ എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്ന് ഞാൻ ചിന്തിച്ചില്ല. ഐ ആം സോറി സിഡ്. ഡാഡ് നോ. നിന്നെ ആവശ്യമുള്ള കോളേജുകളുണ്ട്, നീ അവിടെ പഠിക്കും. Now it's time to chase your dreams. അത് മനസ്സിലാക്കാൻ എനിക്ക് മറ്റൊരാളുടെ സഹായം തന്നെ വേണ്ടി വന്നു. ചേട്ടൻ എവിടെ പോയതാ ഈ രാവിലെ? ഞാൻ ഓഫീസ് വരെ ഒന്ന് പോയതാ. ഒരു ഫയൽ സബ്മിറ്റ് ഉണ്ടായിരുന്നു. ദെൻ ഐ ടുക്ക് ലീവ്. ലീവോ? എന്തിന്? എനിക്ക് തന്നെ നല്ല മാർക്ക് ഞാൻ കൊണ്ടുവരില്ലോ. സോ ഗെറ്റ് റെഡി, ലെറ്റ്സ് ഹാങ് ഔട്ട്. ഹലോ, ഹലോ, നീ എവിടാ? ഇത് സാം അല്ല, സാമിൻ്റെ ബ്രദറാ. ഓ സോറി, വേറെ സാർ? അല്ല, അപ്പോൾ ഇന്ന് ഓഫീസിൽ വന്ന് ലീവ് എടുത്തില്ലായിരുന്നോ? ഇല്ല, അവൻ വന്നിട്ടേ ഇല്ല. വന്നിട്ടില്ലേ? പിന്നെ എവിടെ പോയതാ? ഹലോ ഹലോ, ഡാഡ്? ആരാ വിളിച്ചേ? അല്ല, അപ്പോൾ ചേട്ടൻ ഇന്നലെ രാത്രി എവിടെ പോയതാ? ഓ, ഇന്നലെയോ? ആ, ഇന്നലെ ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു. കാൻഡിഡേറ്റ്സ് ദീസ് ഡേയ്സ് ജസ്റ്റ് ഡിസ്കസ്ഡിങ്. ഒരു 95% വാങ്ങിച്ചു കൊടുത്താൻ IRSൽ പഠിച്ചു. അവനോട് ലോജിക്കലായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, പക്ഷേ അവനൊന്നും അറിയില്ല. പിന്നെ വേറൊരുത്തൻ വന്നു, 95% വാങ്ങിച്ചു കൊടുത്താൻ. അവന് ബുദ്ധിയുണ്ട്, വിവരമില്ല. വേറൊരുത്തൻ വന്നു, 88% മാർക്കേ ഉള്ളവന്. പക്ഷേ അവൻ പറഞ്ഞൊരു ഡയലോഗ് ഇൻ്റർവ്യൂ ബോർഡിനെ തന്നെ ഞെട്ടിച്ച് കളഞ്ഞു. എന്നാ ഇമാജിനേറ്റീവും ഇന്നോവേറ്റീവുമായിട്ടുള്ള ആളുകളാണ് നല്ലൊരു ജോബിന് ആവശ്യം, അല്ലാതെ പോഷായിട്ടുള്ള കോളേജ് സർട്ടിഫിക്കറ്റ് അല്ലെന്ന്. ഡയറക്ടർ അപ്പം തന്നെ അവനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. പിടിച്ചേ, ഞാൻ പോരാ. ഡാഡ്, ഈസ് ഫൈൻ. യോ, എന്തുവാടാ? ചേട്ടൻ എൻ്റെ റൂമിലിരുന്ന റൈറ്റിങ്സ് വല്ലതും എടുത്തായിരുന്നു? ഇല്ല, ഞാനും കൊടുത്തിട്ടില്ല. ഇല്ല. മൈ ലൈഫ് ഇസ് എ ബിഗ് മിസ്റ്റേക്ക്. സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എനിക്കുമുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഞാൻ ആരോടും പറഞ്ഞതില്ല, ആരും ചോദിച്ചതുമില്ല. IRS ഇതായിരുന്നു കുഞ്ഞിലെ മുതൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ച എൻ്റെ ലക്ഷ്യം. ഒരു MBA കാരനാവണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു.
പക്ഷേ അതോടൊപ്പം ഒരു ഗിറ്റാറിസ്റ്റ് ആവണം. മറ്റുള്ള കുട്ടികളെപ്പോലെ കളിച്ചും ചിരിച്ചും ജീവിക്കണം എന്നും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല. എപ്പോൾ പഠിക്കണം, എത്ര മണിക്കൂർ പഠിക്കണം എന്ന പ്രഷറിലായിരുന്നു ഇത്രയും കാലം ഞാൻ. When I turn back into my life, it's a blank book. ഇതെൻ്റെ മാത്രം അവസ്ഥയല്ല. എന്നെപ്പോലെ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് കുട്ടികളുണ്ട് നമ്മുടെ രാജ്യത്ത് മാത്രം. നമ്മുടെ രാജ്യത്ത് 1 കോടി വിദ്യാർത്ഥികൾ +2 പരീക്ഷ ജയിക്കുന്നുണ്ടെങ്കിൽ അതിൽ 95-96% മാർക്ക് വാങ്ങിയവർക്ക് മാത്രം നല്ല യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ. അപ്പോൾ ബാക്കിയുള്ളവരോ? അതോ ഇത്ര മാർക്ക് വാങ്ങിയവരെ മാത്രം അക്കോമഡേറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളല്ലോ നല്ലത്? കഴിവിന് എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് വിലയില്ല? എങ്ങനെ നേടിയെന്ന് അറിയണ്ട. ബട്ട് ഹൈ മാർക്സ്, ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ് ഇൻ ആ കൺട്രി. നാളെ എൻ്റെ ജീവിതത്തിൻ്റെ അവസാന ദിവസമാണ്. എൻ്റെ മരണം എൻ്റെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമുള്ള ഉത്തരമാവട്ടെ. സാർ, സ്ഥലമെത്തി. ഇന്ന് നിനക്ക് ഇത്ര നല്ല മാർക്ക് വാങ്ങിച്ചുകൊണ്ട് നീ എല്ലാവരെയും കൈയിടി നേടി. പക്ഷേ നാളെ നിന്റെ ജീവിതം കണ്ട് എല്ലാവരും കൈയിടിക്കണം. അവിടാണ് റിയൽ സക്സസ്. You have to fight the hardest battle which any human being can ever imagine to fight, and never stop fighting until you arrive at your destined place. That is the unique you.